ഉച്ചയ്ക്ക് ചോറിനെല്ലൊക്കെ കഴിഞ്ഞിട്ട് സിയമോളേനെ ഉറക്കാൻ വേണ്ടിയിട്ട് കിടന്നതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനും എപ്പോഴും അങ്ങനെ ഉറങ്ങിപ്പോയി. ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു മയക്കം. ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റതാണ് കേട്ടോ. എണീറ്റിട്ട് ഞാൻ വിചാരിച്ചു ആര്യം വന്നൂന്ന്. സമയം നോക്കിയപ്പോൾ 3:15 പിന്നെ ഞാൻ കിടന്നില്ല. പിന്നെ കിടന്നാൽ ചിലപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോവും. ആരും വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുക്കളയിലേക്ക് വന്നതാട്ടോ. അപ്പോൾ ഞാനിന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയി വരുമ്പോൾ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ എനിക്ക് ഒരു കൊറിയർ വന്നതാണ്. ഏട്ട എന്തോ ഈ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സംഭവം വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. കോളിഫ്ലവർ വാങ്ങിയത് ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എണീറ്റ് വന്നത്. ഈ പൂരത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഈ ഫുഡ് സ്റ്റോളിലൊക്കെ അങ്ങനെ കോളിഫ്ലവർ വറുത്തത് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ, അത് നല്ല ടേസ്റ്റാണല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഞാനൊരു മുന്നേ ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ ആയിരുന്നു നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ അതെടുത്ത് നോക്കിയപ്പോൾ ആകെ കേട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. ഇതെന്താ ഉണ്ടായതെന്ന് അറിയില്ല. ഇന്നലെ ഇതുപോലെ ഫ്രിഡ്ജിന് ചെറുതായിട്ട് തണുപ്പ് കുറവുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതുകൊണ്ട് കേടുവന്നതാണോ എന്താ ഉണ്ടായെന്നറിയില്ല. തൈര് എടുത്തതിൻ്റെ ബാക്കി ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒരു ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ആരിന് കൊടുക്കാൻ എന്താ ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് മാഗി വാങ്ങി വെച്ചത് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ അത് എടുത്തിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അത്ര നല്ലതല്ല എന്നൊക്കെ അറിയാം, പക്ഷേ വല്ലപ്പോഴൊക്കെ കുഴപ്പമില്ല. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പാല് തിളപ്പിക്കാനും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ പാല് തിളച്ച് പോയിട്ട് നല്ലൊരു പണി കിട്ടിയതാണ്. അതുകൊണ്ട് ഞാൻ ഒപ്പം തന്നെ വെച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട്. മാഗിയിൽ ഞാനൊരു ചീസിൻ്റെ സ്ലൈസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ക്രീമി ടെക്സ്ചർ ഉണ്ടാവും. അങ്ങനെ കഴിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മാഗി റെഡി ആകുമ്പോഴേക്കും ഇതേ ആര്യം അവിടെ എത്തിയിട്ടുണ്ട്. ആര്യം കുളിക്കാൻ കയറിയിട്ടുണ്ട്. ആരിൻ്റെ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും മാഗിയുടെ ചൂടൊക്കെ സെറ്റായിട്ട് കഴിക്കാനുള്ളൊരു പാകത്തിനാവും കേട്ടോ. വല്ലാതെ തണുത്ത് പോയാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല.